വലുതായോ വലുതായോ വലുതായാലും അങ്കലവാടിക്ക് പോവാ? എൻ്റെ അങ്കലവാടി എവിടെ? അവിടെ കണ്ട് പോയോ? അതെ. എങ്ങോട്ടാ നമ്മള് പോണേ? അങ്കലവാടി പോയിട്ട് ആര്? പാട്ട് പാടില്ലേ? ചാരു പാടൂലേ? ആ അവള് ചെറിയ കുട്ടിയാണേ. പോട്ടെ പോട്ടെ. ആ അപ്പൊ ഗൈസ് ഞങ്ങള് അങ്കലവാടിക്ക് പോവാണ് കേട്ടോ. അങ്കലവാടിയിൽ ചാരുവിനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്കലവാടിക്ക് പോണത്. ഒന്നാമത് പറഞ്ഞാല് അവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസം കുറച്ച് മടിയുണ്ടായിരുന്നു, കാരണം ഞാൻ വീട്ടിലായ സമയത്ത് എല്ലാവരും അവിടെ അല്ലേ, അതുകൊണ്ട് കുറച്ച് മടിയുണ്ടായിരുന്നു. അപ്പം ഇന്ന് അങ്കലവാടിക്ക് പോവാണ്, അവള് പോവാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അച്ഛൻ്റെ അവിടെ. അപ്പം ഇനി അങ്കലവാടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്ന കേട്ടോ. അപ്പോൾ വീഡിയോ സപ്പോർട്ടാക്കുക. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകൾ സുഹൃത്തുക്കൾ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് വഴി. ഒത്തിരി സന്തോഷമുണ്ട്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്ത് മാത്രമാണ് നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്കലവാടി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പൈങ്കുളങ്ങരയുടെ ഒരു സൗന്ദര്യം. നമ്മുടെ നാട്ടിൻപുറമാണ്. പിന്നെ ഒന്നാമത് ഈ റോഡ് നേരെ പാലക്കോട് ചുള്ളി. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പല ആളുകളും കണ്ടിട്ടുണ്ട്, പല ആളുകളുടെ ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മുടെ സന്തോഷം ഫാമിലി, നമ്മൾ ഒരു നാടൻ ഫാമിലിയിൽ ഒരു വീട്ടിൽ നേരെ പോകാട്ടോ. നമ്മുടെ നെയ്ബറാണ്, നമ്മുടെ സുഹൃത്താണ്, ഏട്ടൻ്റെ ഫ്രണ്ടാണ് സന്തോഷം ഏട്ടന്. പിന്നെ ചേച്ചിയൊക്കെ അറിയാമ്പോൾ മുത്തുമണികളാണൊക്കെ. പിന്നെന്താ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഞങ്ങൾ അങ്കലവാടി റോഡ് എന്ന് പറഞ്ഞാൽ ഉള്ള സംഭവം. മൂക്കിലും തോണ്ടല്ലേ, മൂക്കിലും. അപ്പോൾ ഇതാണ് സെൽഫി സ്റ്റിക്ക് കഴിഞ്ഞൊന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്ത് പോകുന്നത്. ഇതിലൊക്കെ വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണോ ആളുകൾ വിചാരിക്കുമേ എന്താ ഇപ്പോൾ ഇങ്ങനെ കാട്ടി പോകുന്നത് എന്നൊക്കെ വിചാരിക്കുമല്ലോ. കാരണം യൂട്യൂബ് കാണുന്ന ആളുകളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചൊക്കെ എല്ലാവരും നാടൻ ശൈലിയിലുള്ള ആളുകളാണ്. അതങ്ങനെ ഇതാണ് നമ്മുടെ ദൃശ്യഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ സപ്പോർട്ടാക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം വരിക പോകുന്നത് കേട്ടോ. അപ്പോൾ ചാരൂര് ഹായ് കൊടുത്ത, പാറൂര് ഹായ് കൊടുത്ത, ഹായ് കൊടുത്ത, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ അങ്കലവാടി പോയി വരാം. എന്തൊക്കെ ഉണ്ടാവും അങ്കലവാടിയിൽ? പിന്നെ ABCD ഒക്കെ ഉണ്ടോ? അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും കാട്ടി കൊടുക്കണ്ടേ? എൻ്റെ അങ്കലവാടി നമുക്ക് കാട്ടി കൊടുക്കണ്ടേ? അപ്പോൾ ഈ അങ്കലവാടി ചെല്ലുമ്പോൾ വരൂ കൂട്ടുകാരെ അങ്കലവാടി കാണാമെന്ന് പറയണം കേട്ടോ. അമ്മയുണ്ട്, വേഗം നടക്ക്. ദേവുട്ടനെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോരുന്നത്. ദേവുട്ടനെ കൊണ്ടാവാഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ നിർത്തി പോയില്ലേ പറയൂ. ഒന്ന് ഉറങ്ങല്ലേ, നടക്ക്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. നീക്കൊരു അരിക്കണം കേട്ടോ.
ഇത് ഞങ്ങളെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് കേട്ടോ. ഇത് ഇവിടുത്തെ അച്ഛൻ്റെ അനിയൻ്റെ വീട്. അത് നീല പൂവുണ്ട്. നമ്മൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് പറയാറില്ല. ഇതാണ് പൂവ്. നടക്ക് ഇതിൻ്റെ ബാക്കിലും മാന്തി നടക്കണേ. ഒരു കുന്നെന്ന് പറഞ്ഞാൽ ആ റോഡില്ലേ, റോഡിൻ്റെ കേട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നത്. അച്ഛനാട്ടോ കൊണ്ടുപോകാൻ പോവല്ലോളെ. പിന്നെ അച്ഛൻ പറഞ്ഞാൽ പ്രായം കുറേ. ഞാൻ കുട്ടി എണീക്കുന്ന സമയത്ത് അച്ഛനോട് പറയും, അച്ഛന് ഞാൻ കൊണ്ടാക്കാറില്ല, ഒരു വാശി പിടിക്കുകയും. അപ്പോൾ ഞാൻ ഓനെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ തന്നെ കൊണ്ടുപോവാം ഓളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോയി. അതിൽ വണ്ടികളും ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ എന്താ അപ്പം ഇത് ഇങ്ങനെ വർത്താനം വന്ന് പോകണമെന്ന് വിചാരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാം എനിക്ക് എങ്ങനെ വെച്ചാൽ ഉണ്ട്. പക്ഷെ ആരും വീഡിയോ ഒന്നും കാണുന്നില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടൊരു സമാധാനമാണ്. നാട്ടിലാരും കാണാതിരിക്കുകയാണ് നമ്മളെ വീഡിയോസൊക്കെ ഏറ്റവും പറ്റും. അപ്പം ഇതാണ് നമ്മുടെ നാട്. ഞാൻ അടുത്തതാ പോണ് അംഗനവാടി. അരിക്കി കേട്ടോ, അരിക്കി ചാരും അരിക്കി ചേച്ചീൻ്റെ അടുത്തേക്ക്. അത് ഞങ്ങൾ തങ്ങളാക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ് ജയിച്ച സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സഖാവ് ജയേഷ് ചേട്ടൻ കേട്ടോ. ആ ചിരി കണ്ടില്ലേ, ആ ചിരിയിൽ കുത്തി എല്ലാവരും വോട്ട്. എല്ലാവരോടും നല്ല സമീപമുള്ള നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗീതേശിയും ഉഷാർ തന്നെയാണ് കേട്ടോ. നല്ല ഉഷാറായിരുന്നു. നമ്മുടെ മുൻ മെമ്പറായിരുന്നു. നമ്മുടെ മഞ്ഞപ്പൂവ് ഉണ്ടാവും, ഇതിൻ്റെ ഇലയൊക്കെ പറിച്ച് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉപ്പും മുളകും കൂട്ടി അല്ലെങ്കിൽ വെറുതെ തിന്നും. ഒരു പുളിയാണ് ഈ ഇല കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കാണില്ല കേട്ടോ. ഇതാണ് അംഗനവാടി. എൻ്റെ മാഷാണ് പോയത്. മാഷിന് ഒന്നും മനസ്സിലായിട്ടില്ല. ഇതാണ് അംഗനവാടി. ശരി, അംഗനവാടി പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് തന്നെ അംഗനവാടിയിലുള്ളത് ഒക്കെ ഉണ്ട് കേസ്. അംഗനവാടിയിൽ നോക്കി നിങ്ങൾ കുതിര ഉണ്ട്, ഒരു കുട്ടി ഊഞ്ഞാൽ മാടുന്നുണ്ട്. ഉണ്ടോ? ഞാൻ നിന്നാ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങോട്ടൊക്കെ ചാരും അംഗനവാടിക്ക് വരുന്നതിന് ഇത് മാടാനാട്ടോ. ഇപ്പം നമുക്ക് അംഗനവാടിയിലെ നോക്കാം എന്തൊക്കെ ഇവിടെ നോക്കി നിങ്ങൾ. മാറ്റൊക്കെ വിരിച്ച് സെറ്റപ്പായി. ഇത് ചവിട്ടാൻ തന്നെ നല്ല സുഖല്ലേ. ഇത് ഞങ്ങൾ തൈക്കോണ്ടോക്കെ ഇതേപോലത്തെ മാച്ച ഉണ്ടാവുകയെ കളിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ വീഴുമ്പോൾ ഒന്നും പറ്റരുതല്ലോ. ഇതൊക്കെ അതിലുണ്ടായതാവൂലേ. പുരുഷനെ കളിയൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുക. ആ തടയല്ലേ. അതങ്ങനെ അക്കപ്പായിട്ടില്ല. ഇനി എല്ലാരും വന്നിട്ട് കളിക്കാം. എല്ലാരും വന്നിട്ടാ കളിക്കാം കേട്ടോ. വരച്ചൊരു ഭംഗിയുണ്ട് ബോർഡ്.
നീനൂട്ടിയെ ഇതാണ് കിച്ചൺ കേട്ടോ. ഇവിടുത്തെ കഴിഞ്ഞ് പിന്നെ അങ്കലവാടിക്ക് എന്ന് വിഴിഞ്ഞ് അതിൽ ഉരുസിക നീ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അധികം നേരം നിന്ന് കഴിഞ്ഞാലേ അങ്കലവാടിയിൽ അങ്ങനെ കേസ് ഞങ്ങൾ അങ്കലവാടിയിൽ നിന്ന് മടങ്ങട്ടെ. ചാരി ഞാനും ഓടി വണ്ടികളെ വലിയ വണ്ടികളുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ എൻ്റെ ഇതാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മൾ വീഡിയോ നമ്മൾ റോട്ട് പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അല്ലേ ചാരും അല്ലേ? നമ്മൾ വീഡിയോ കാണാത്ത ആളുകൾ അല്ലേ? കടിക്കിടാനാണ് ഇത് കുഞ്ഞാ വീട്ടിൻ്റെ സൈക്കിളാണ്. അപ്പോൾ ചേച്ചീനെ എവിടെ ആക്കിയത്? ഇജെന്താ അവിടെ കാഞ്ഞത്? ഇജെന്താ അംഗനവാടിയിലേക്ക് കാഞ്ഞ? ഇജ് അംഗനവാടി പോണില്ലേ ഇനി? ഇജെന്താ അംഗനവാടി പോവാ? കുറച്ച് കഴിഞ്ഞിട്ടോ? ഉച്ചിനളിയില്ലേ? അല്ല അംഗനവാടി സമ്മാനം ഇല്ലേ? ഉണ്ടോ? എത്ര ഉണ്ട്? 2 അപ്പം എല്ലാവരോടും മൈൻഡപ്പ് ചെയ്യാട്ടോ ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും അറിയിക്കുക. മറ്റൊരു വീഡിയോ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഓരോ ദിവസം